തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം ഇടതുപക്ഷത്തിൽ നിന്നും നഷ്ടപ്പെട്ടതിൽ പിന്നാലെ വലിയ തോതിലുള്ള തലവേദനയാണ് ശരിക്കും പറഞ്ഞാൽ ഇടതുപക്ഷത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് എടുത്തു പറയേണ്ടി വരും. അത് ഇടതുപക്ഷത്തിന് മാത്രമല്ല UDFനും എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. കാരണം തലസ്ഥാന നഗരിയിലെ ഭരണം BJPയുടെ കയ്യിലെത്തിയത് എന്തുകൊണ്ടും ഈ പറയുന്ന തോതിൽ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും എല്ലാ അർത്ഥത്തിലും ഒരു തലവേദന ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണെന്ന കാര്യം സംശയമില്ല. അതിപ്പോൾ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. കാരണം BJP ഭരണത്തിൽ കയറിയതിൽ പിന്നാലെ അവിടെ മേയറായി മാറിയ രാജേഷിൻ്റെ ഓരോ നീക്കങ്ങളും അതിന് വളരെ വലിയ തോതിൽ തെളിവാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടത് അനിവാര്യം തന്നെയാണ്. കാരണം ഒരു വലിയ തോതിലുള്ള അഴിച്ചുപണി തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷന് ചുറ്റും നടക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം. കഴിഞ്ഞ ഇത്രയും കൊല്ലം കൊണ്ടും അവിടെ ഭരിച്ചിട്ട് LDFിൽ നിന്നും ഉണ്ടായ പോരായ്മകൾ ഓരോന്നോരോന്നായിട്ട് ഇപ്പോൾ ജനത്തിന് മുന്നിൽ എത്തിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യപരമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ അവിടെ ഇടതുപക്ഷത്തിന് എല്ലാ അർത്ഥത്തിലും പരിപൂർണ പരാജയമായിരുന്നു അവരുടെ ഭരണകാലത്ത് എന്ന് തെളിയിക്കുന്ന തരത്തിലോട്ടാണ് കാര്യങ്ങൾ മാറിയിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത്. എന്ത് തന്നെയായാലും നിലവിൽ BJP അവിടെ ഭരണത്തിൽ കയറിയിട്ട് ഈ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് തന്നെ പല രീതിയിലുമുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ തുടക്കമിട്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ പലതരത്തിലുമുള്ള സംഭവവികാസങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കാണാനിടയാകുമെന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. കാരണം ജനങ്ങൾ വരെ അംഗീകരിച്ചു കഴിയുന്ന തരത്തിലോട്ട് ഇപ്പോൾ VV രാജേഷിൻ്റെ ഭരണം, BJPയുടെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഭരണം അത് വലിയ തോതിൽ ഇപ്പോൾ ജനങ്ങൾക്കിടയിൽ ഒരു സ്വീകാര്യത നേടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യപരമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പോക്കാണെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം ഇനി തുടർന്നും BJPയുടെ കൈവശം തന്നെ ആയിരിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുമെന്നുള്ള കാര്യവും വളരെ കൃത്യമായിട്ട് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഇടതുപക്ഷ ഭരണം പൂർണ്ണ തോതിൽ മടുത്തിട്ട് തന്നെയാണ് ജനങ്ങൾ മാറ്റിക്കുത്തിയിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതിൽ UDFനുമല്ല പോയിരിക്കുന്നത്, അത് BJPക്കാണ് അവിടെ ഒരു ഭരണത്തിലെത്താനായിട്ട് ജനങ്ങൾ അവസരം കൊടുത്തിരിക്കുന്നത്. അത് കറക്റ്റായിട്ട് വിനിയോഗിക്കാനായിട്ട് BJPയെ പോലൊരു പാർട്ടിക്ക് അവിടെ സാധ്യമാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിയാൽ അത് തീർച്ചയായിട്ടും ഗുണകരമാവുന്നത് കേരളത്തിൽ ഉടനീളമുള്ള BJPക്കാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യപരമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത്. കാരണം BJPക്ക് ഒരു കോർപ്പറേഷൻ ഭരണം കിട്ടുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അപ്പോൾ അത് കേരളത്തിൽ ഞങ്ങൾക്ക് ഒരു ഭരണം കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും, അല്ലെങ്കിൽ അത് എങ്ങനെ വിജയകരമായി എത്തിക്കാൻ സാധിക്കും, അത് ജനങ്ങൾക്ക് എത്രത്തോളം നേട്ടമുണ്ടാകും, എത്രത്തോളം മാറ്റങ്ങൾ ആ സ്ഥലത്ത് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളത് തെളിയിക്കാൻ സാധിക്കുന്ന തരത്തിലാണ് ഒരു ഭരണം, ആ ഒരു തരത്തിൽ ഒരു കോർപ്പറേഷൻ്റെ ഭരണം നിലവിൽ BJPയുടെ കൈവശം അത് തലസ്ഥാന നഗരിയിലെത്തിയിരിക്കുന്നതെന്ന് പറയുന്നത്. ഇവിടെ ഒരു മാറ്റം BJPയെ പോലൊരു പാർട്ടിക്ക് കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും കേരളത്തിൽ ഉടനീളം അത് ചർച്ചയാവുന്ന ഒരു കാര്യം തന്നെയായിരിക്കും എന്ന കാര്യം സംശയമില്ല. അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്നത്. കാരണം വാർത്തകളിൽ അതോടൊപ്പം തന്നെ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും നിലവിൽ തിരുവനന്തപുരം കോർപ്പറേഷനെ കുറിച്ച് തന്നെയാണ് എല്ലാ കാര്യങ്ങളും, അതോടൊപ്പം തന്നെ തിരുവനന്തപുരം മേയറെ കുറിച്ച് തന്നെയാണ് എല്ലാ കാര്യങ്ങളും എന്നുള്ളതാണ് എടുത്തു പറയേണ്ടതെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയും ഇത് ശരിക്കും പറഞ്ഞാൽ നിലവിലത്തെ സാഹചര്യത്തിൽ BJPക്ക് വളരെ വലിയ തോതിലൊരു പ്ലസ് പോയിന്റ് ആണ് എന്നുള്ളത് എടുത്തു പറയണം. ഇത് തലവേദനയായി മാറിയിരിക്കുന്നത് നിലവിലത്തെ സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനുമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത്. എന്തായാലും ഈ ഒരു പോക്കാണെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇനി അടുത്തെങ്ങും ഇടതുപക്ഷത്തിനോ അല്ലെങ്കിൽ വലതുപക്ഷത്തിനോ കാലുകുത്താൻ പറ്റാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ നിലവിലത്തെ മേയറും അതോടൊപ്പം തന്നെ BJPയും എത്തിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറ്റുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ജനങ്ങൾ തന്നെ പറയുന്നു, അതായത് രാഷ്ട്രീയമല്ല, ഏതു പാർട്ടി ഭരിച്ചാലും ആര് ഭരിച്ചാലും ജനങ്ങൾക്ക് ഉപയോഗപ്രദമാവുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് ആരാണോ, അല്ലെങ്കിൽ ഈ പറയുന്നത് ജനങ്ങൾക്ക് മുന്നിലെത്തി പ്രശ്നപരിഹാരം കാണുന്നത് ആരാണോ ആ വ്യക്തിയെ അംഗീകരിക്കുമെന്ന് തന്നെയാണ് ജനം പറയുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ VV രാജേഷിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം VV രാജേഷ് ഇപ്പോൾ കയ്യടി നേടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറ്റിയിരിക്കുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്നത്. തുടക്കത്തിൽ VV രാജേഷിന് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ള ചോദ്യങ്ങൾ പലതരത്തിൽ ഉയർന്നുവെങ്കിലും പക്ഷേ തനിക്ക് എന്തെല്ലാം ചെയ്ത് കാണിക്കാൻ സാധിക്കുമെന്നുള്ളത് തെളിയിക്കുന്ന തരത്തിലോട്ട് ഇപ്പോൾ VV രാജേഷ് മേയർ
തിരുവനന്തപുരം മേയർ ഇപ്പോൾ കാര്യങ്ങൾ അവിടെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് എന്നുള്ളത് 100% വ്യക്തമായി പറയാൻ സാധിക്കും. അതായത് ഇടതുപക്ഷം പൂർണ്ണ തോതിൽ സമ്പൂർണ്ണ പരാജയമാണ് എന്ന് തുറന്നു കാണിക്കാനായിട്ട് അല്ലെങ്കിൽ തുറന്ന് കാട്ടാനായിട്ട് അവിടെ വി വി രാജേഷ്, മേയറായിട്ടുള്ള വി വി രാജേഷിനും ബി ജെ പി പാർട്ടിക്കും നിലവിൽ കോർപ്പറേഷൻ ഭരണം ബി ജെ പിക്ക് കൈക്കലാക്കാൻ സാധിച്ചതോടുകൂടി തന്നെ അത് ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടാനായിട്ട് കഴിഞ്ഞ ഇത്രയും കൊല്ലം കൊണ്ട് LDF ഭരണത്തിൽ എന്താണ് തിരുവനന്തപുരത്ത് സംഭവിച്ചത് എന്ന് തുറന്നു കാട്ടാനായിട്ട് നിലവിൽ സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട കാര്യമെന്ന് പറയുന്നത് തന്നെ. ഇത് ശരിക്കും പറഞ്ഞാൽ UDFനും അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിനും ഒരു ശുഭ സൂചനയല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത്. കാരണം തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറയുന്നത് എല്ലാ രീതിയിലും അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ്. അവിടെ BJPയുടെ ഒരു വലിയ തോതിലുള്ള ആധിപത്യം അത് വളരെ വലിയ തോതിൽ കൂടി വരുന്നത് മാത്രമല്ല, ജനങ്ങൾക്കിടയിലും ഭരണം ലഭിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് അല്ല, ഒരു അത്രയ്ക്കും പോസിറ്റീവ് ഇമ്പാക്റ്റിലേക്ക് കാര്യങ്ങൾ പോകുന്നത് അത് തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ഒരുപോലെ ദോഷകരമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്.